ദേശീയ ഗെയിംസിന്റെ ഭാഗമായി കണ്ണൂരിലും ക്രമക്കേട്. മുണ്ടയാട് സ്റ്റേഡിയം നിർമ്മാണത്തിൽ ശബ്ദക്രമീകരണത്തിനുള്ള അക്വസ്റ്റിക് ജോലികൾ നടത്തിയത് യാതൊരു നിലവാരവുമില്ലാതെയെന്നാണ് ആരോപണമുയരുന്നത്. ദേശീയ ഗെയിംസ് നടപടിക്രമങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഏകോപിപ്പിക്കുന്നില്ല എന്ന ഗുരുതര ആരോപണവുമായി ജില്ലാ സ്പോർട്സ് കൗൺസിലും രംഗത്തെത്തിയതോടെ കണ്ണൂരിലെ മത്സരങ്ങളുടെ കാര്യം പരുങ്ങലിലാവുകയാണ്. ദേശീയ ഗെയിംസിന്റെ ഭാഗമായുള്ള ബാസ്കറ്റ്ബോൾ ഗുസ്തി മത്സരങ്ങളാണ് മുണ്ടയാട്ടെ സ്റ്റേഡിയത്തിൽ നടക്കേണ്ടത്. എന്നാൽ 97 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച സ്റ്റേഡിയത്തിലെ അക്വാസ്റ്റിക്കിന്റെ ഭാഗമായുള്ള സൗണ്ട് പ്രൂഫിംഗ് സിസ്റ്റം തൊട്ടാൽ പൊട്ടുന്നതാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. നിർമ്മാണങ്ങൾക്ക് തീരെ നിലവാരം കുറവാണെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിലും കണ്ടെത്തിയിരുന്നു. എന്നിട്ടും ഉന്നതർ ഇത് അവഗണിച്ചു. ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെയും സംസ്ഥാന ഗെയിംസ് സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിട്ടില്ലെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സംഘാടക സമിതി ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റിൽ നിന്ന് വേണ്ടത്ര രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ സംഘാടക സമിതിക്ക് വരുന്നില്ല എന്നുള്ളൊരു ആശങ്ക നമ്മൾ പങ്കുവെക്കുകയാണ്. മുംബൈ ആസ്ഥാനമായുള്ള റേ കൺസ്ട്രക്ഷൻസ് ആണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതെങ്കിലും ഇരിപ്പിടം, നിലമൊരുക്കൽ, അക്വാസ്റ്റിക് നിർമ്മാണം എന്നിവ എറണാകുളത്തെ ഒരു സ്വകാര്യ വ്യക്തിക്കാണ് കരാർ നൽകിയത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി നൽകിയ ഈ നിർമ്മാണ പ്രവൃത്തികളിലാണ് അഴിമതി നടന്നതും. സ്ഥിതി തുടരുന്നത് ദേശീയ ഗെയിംസ് നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കും. നിർമ്മാണത്തിലെ അഴിമതി വ്യക്തമായതിനെ തുടർന്ന് സ്റ്റേഡിയത്തിലെ നിർമ്മാണ ചുമതലകളിൽ നിന്ന് BSNL പിന്മാറിയിരുന്നു. ഈ മാസം 15-നാണ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ കണ്ണൻ P. പ്രസന്നനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.